കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 48ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. സഭയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. യുദ്ധവും അശാന്തിയും നാനാദിശകളിലേക്കും പരക്കുന്നതനുസരിച്ച് എൻ്റെ സഭയുടെ വിശ്വാസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പരിശുദ്ധ സഭയിലെ ഭിന്നത പെട്ടെന്ന് തന്നെ രൂക്ഷമാകാൻ പോകുന്നു. വൈദികർക്കെതിരെയും മെത്രാന്മാർക്കെതിരെയും തിരിയും. ലോകം ശുദ്ധീകരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എൻ്റെ പിതാവിനെതിരെയുള്ള വിദ്വേഷം ഉയർന്നുവരും. എൻ്റെ അനുയായികൾ ഇതിനു മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള സഹനം തങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും. പാപമെങ്ങും പരക്കുകയാണ്. എൻ്റെ സഭയുടെ വിശ്വാസം സത്യമായും കുറഞ്ഞു വരികയാണ്. എൻ്റെ ശുശ്രൂഷകർ തന്നെ എൻ്റെ പ്രബോധനങ്ങളിലുള്ള വിശ്വാസത്തെ തള്ളിപ്പറയുന്നു. എൻ്റെ അജഗണത്തോട് പാപത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി നുണകൾ പറഞ്ഞുകൊടുക്കുന്നു. സെക്കുലർ പ്രസ്ഥാനങ്ങൾ ക്രിസ്തീയ സഭകളെ ഉന്നം വയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ സഭയിൽ, കത്തോലിക്കാ സഭയിൽ ഉള്ള പ്രതിസന്ധി പൈശാചിക ശക്തികളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. അവരുടെ എണ്ണം എത്രയോ വലുതാണെന്നറിയുക. പരിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കിക്കൊണ്ട് അതിനെ തകർക്കാനാണ് പൈശാചിക ശക്തികൾ ആഗ്രഹിക്കുന്നത്.